സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. റോമർക്കെഴുതിയ ലേഖനം 7-ാം അധ്യായം 24-ാമത്തെ വാക്യം. ഞാൻ അരിഷ്ട മനുഷ്യൻ ഈ മരണത്തിനു അധീനമായ ശരീരത്തിൽ നിന്നു എന്നെ ആർ വിടുവിക്കും? ഇതൊരു പാപിയായ മനുഷ്യന്റെ നിലവിളിയല്ല. ഇതു തനിഷ്ടപ്രകാരം ജീവിക്കുന്ന ഒരു വ്യക്തിയുടെ നിലവിളിയല്ല. വിശുദ്ധനായ പൗലോസ് എന്ന് വിളിക്കപ്പെടുന്നതായ ദൈവദാസന്റെ നിലവിളിയാകുന്നു. അയ്യോ, ഞാനൊരു അരിഷ്ട മനുഷ്യൻ. ഈ ലോകത്തിൽ ജീവിക്കുന്ന മനുഷ്യന്റെ ജീവിതത്തിൽ അരിഷ്ടതയുള്ളതായ ജീവിതം. നാം അത് ശ്രദ്ധിക്കുന്നുണ്ടോ എന്നറിയുകയില്ല. നാം നാളുകൾ ചെല്ലുംതോറും നശിച്ചുകൊണ്ടേയിരിക്കുന്നവരാണ്. ഒരു നല്ല കുട്ടിയായി ജനിച്ച കുഞ്ഞ് വർഷങ്ങൾ കടന്നുപോകും തോറും പ്രായം ഏറിയേറി വരുന്ന സമയത്ത് പിന്നീട് അവൻ വാർദ്ധക്യത്തിലേക്ക് എത്തുന്നു. അവൻ്റെ ആരോഗ്യം നശിക്കുന്നു, ശരീരം ശോഷിക്കുന്നു, ശരീരത്തിൽ പലവിധമായിട്ടുള്ള രോഗങ്ങൾ ഉണ്ടാകുന്നു. ദിനം തോറും നാം നശിച്ചുകൊണ്ടേയിരിക്കുന്നവർ ആകുന്നു. എന്നാൽ മനുഷ്യൻ രാവിലെ എഴുന്നേറ്റാൽ മുതൽ ഓടുകയാണ്. ജോലിക്ക് വേണ്ടി പോകുന്നു, സമ്പാദിക്കുവാൻ വേണ്ടി പോകുന്നു, പണം ഉണ്ടാക്കുവാൻ വേണ്ടി പോകുന്നു, പലവിധ കാര്യങ്ങൾക്ക് വേണ്ടി ധൃതി വെച്ച് നടക്കുന്നു. എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ പറയും, ഇങ്ങനെ പോകുന്നു എന്ന്. എന്താണ് ഇവിടെ? മനുഷ്യന്റെ ജീവിതത്തിന് എത്ര സമ്പാദിച്ചിട്ടും തൃപ്തി ഉണ്ടാകുന്നില്ല. എത്ര ആഹാരം കഴിച്ചിട്ടും അവന് തൃപ്തി വരുന്നില്ല. എന്തെല്ലാം ചെയ്താലും അവന് തൃപ്തിയില്ല. ഒരു യൗവനക്കാരനെ വളർത്തി ആ നിലയിലെത്തിക്കണമെങ്കിൽ മാതാപിതാക്കൾ എത്രമാത്രം കഷ്ടപ്പെടുമെന്നറിയാമോ? ജനിച്ച സമയം മുതൽ ആ കുഞ്ഞിനെ കണ്ണിൻ്റെ ദൃഷ്ടിയിൽ നോക്കി വളർത്തി. ആ കുഞ്ഞിന് എന്തെങ്കിലും അസുഖം വരികയാണെങ്കിൽ ഡോക്ടറിൻ്റെ അടുക്കൽ കൊണ്ടുപോയി മരുന്ന് വാങ്ങിച്ചു കൊടുത്തു. സ്കൂളിൽ വിടാൻ പ്രായമാകുമ്പോൾ ഭക്ഷണമെല്ലാം ഉണ്ടാക്കി കൊടുത്ത് സ്കൂളിൽ വിട്ട് ഫീസ് കെട്ടി കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് ഒരു 18 വയസ്സാകുമ്പോൾ അവൻ ചോദിക്കും, നിങ്ങൾ എന്താണ് ചെയ്തതെന്ന്. നിങ്ങൾ എന്താണ് ചെയ്തതെന്ന് അവൻ ചോദിക്കാനിടയാകും. ഒരു പയ്യൻ അമ്മയോട് പറയുകയാണ്, നിങ്ങൾ എന്താണ് ചെയ്തത്? അപ്പോൾ പറഞ്ഞു, ഞാൻ നിന്നെ പ്രസവിച്ചു, നൊന്ത് പ്രസവിച്ചില്ലേ മകനെ എന്ന്. കുഞ്ഞിനെ പ്രസവിച്ചത് കൊണ്ട് മാത്രം മകൻ തനിയെ വളരുമോ? മനുഷ്യന് ഇന്ന് നന്ദി ഉണ്ടാകുന്നില്ല, കൃതജ്ഞത ഇല്ല. ഇത് അരിഷ്ടതയുള്ളതായ ജീവിതമാണ്. ഞാൻ ഒരുപാട് സമ്പാദിച്ചിട്ടുണ്ടെന്ന് മനുഷ്യൻ പറയുന്നു. എനിക്ക് നല്ല വിദ്യാഭ്യാസമുണ്ടെന്ന് മനുഷ്യൻ ചിന്തിക്കുന്നു. എന്നാൽ മനുഷ്യൻ മനസ്സിലാക്കുന്നില്ല അവൻ്റെ ജീവിതം എത്ര നിസ്സാരമായിരിക്കുന്നു എന്ന്. ഒരു വ്യക്തി യേശുവിൻ്റെ അടുക്കൽ വരുമ്പോൾ ആ കാര്യം മനസ്സിലാക്കും. ഒരു വ്യക്തി തൻ്റെ അവസ്ഥ മനസ്സിലാക്കുന്ന സമയത്ത് ഇങ്ങനെ തന്നെ നിലവിളിക്കും, അയ്യോ, ഞാനൊരു അരിഷ്ട മനുഷ്യൻ. ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും? ഈ മണ്ണായിരിക്കുന്നതായ, ഈ പ്രയോജനമില്ലാത്തതായ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും? പൗലോസ് ഈ വിഷയം എഴുതിയിരിക്കുന്നതായ സമയത്ത് അക്കാലത്ത് റോമിൽ ഒരാൾ മറ്റൊരാളെ കൊല്ലുകയാണെങ്കിൽ അതിനൊരു ശിക്ഷ ഉണ്ടായിരുന്നു. ഈ കാലത്ത് വധശിക്ഷ എന്നൊക്കെ പറയും, ജീവപര്യന്തം എന്നൊക്കെ പറയും. എന്നാൽ 3-ാമത്തെ ദിവസം ജയിലിൽ നിന്ന് ഇറക്കി വിടുകയും ചെയ്യും. അത് വേറെ കാര്യമാണ്. എന്നാൽ ആ കാലത്ത് ആരെയെങ്കിലും ഒരാൾ കൊല്ലുകയായിരുന്നു എങ്കിൽ ആ മരിച്ചവൻ്റെ ശരീരത്തെ ആ കൊന്നവൻ്റെ ശരീരവുമായി കൂട്ടിക്കെട്ടിവെക്കാനിടയാവും. ആദ്യത്തെ 2-3 ദിവസം നല്ല സുഗന്ധമായിരിക്കും, അതിനകത്ത് പെർഫ്യൂമും പൂക്കളൊക്കെ വയ്ക്കുമല്ലോ. എന്നാൽ 3 ദിവസം കഴിഞ്ഞ ഒരു ശവത്തിൻ്റെ ദുർഗന്ധം എങ്ങനെയുള്ളതാണെന്നറിയാമോ? ഭയങ്കരമായ ദുർഗന്ധമായിരിക്കും. മറ്റൊരു മൃഗത്തിനും അതുപോലെയുള്ള ദുർഗന്ധം വരികയില്ല. തേളിന് കൊമ്പിലാണ് വിഷം, പാമ്പിന് പല്ലിലാണ് വിഷം, മനുഷ്യന് ശരീരം മുഴുവനും വിഷമാണ്. ആ ശവശരീരം അവൻ്റെ ശരീരത്തിൽ കെട്ടിവെക്കുമ്പോൾ ആ ദുർഗന്ധം സഹിക്കവയ്യാതെ അവൻ വേഗത്തിലോടും. അപ്പോൾ ആ ശവത്തിന് എന്താണ് സംഭവിക്കുന്നത്? ആ ശവശരീരവും അവൻ്റെ ശരീരത്തിൽ കിടന്ന് അടിക്കാനിടയാവും. അപ്പോൾ വീണ്ടും വേഗത്തിലോടുമ്പോൾ ശരീരത്തിലെ ദുർഗന്ധമെല്ലാം വന്നിട്ട് എന്താണ് സംഭവിക്കുന്നത്? വീണ്ടും അയ്യോ 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 എന്ന് നിലവിളിക്കും. ആരെങ്കിലും അടിച്ചുവിടുകയാണെങ്കിൽ എന്താണ്? അവനെയും അതിൽ കൂട്ടിക്കെട്ടുമെന്നാണ് പറയുന്നത്. പിന്നാരാണ് വിടുവിക്കാൻ വരുന്നത്? അങ്ങനെ അവൻ നിലവിളിച്ച് ഒച്ചത്തിൽ നിലവിളിച്ച് കരഞ്ഞ് ഓടി ഓടി അവസാനം ആ ദുർഗന്ധം സഹിക്കവയ്യാതെ അവൻ തന്നെ മരിക്കുമെന്നാണ് പറയുന്നത്. അതിനെ ഉപമയായിട്ടാണ് പൗലോസ് ഇവിടെ പറയുന്നത്. നാം രക്ഷിക്കപ്പെടുന്നതായ സമയത്ത് നമുക്കൊരു പുതിയ ജീവിതം ഉണ്ടാവുകയാണ്. അങ്ങനെ ഒരു വ്യക്തി വീണ്ടും ജനനം പ്രാപിക്കുന്ന സമയത്ത് പാപം എന്താണെന്ന് അവൻ മനസ്സിലാക്കും, തെറ്റെന്താണെന്ന് അവൻ മനസ്സിലാക്കും. തൻ്റെ മനസ്സാക്ഷിയെ സൂക്ഷിക്കുവാൻ വേണ്ടി അവൻ ആഗ്രഹിക്കും. എന്നാൽ അവൻ എവിടെയായിരിക്കുന്നു? മണ്ണാകുന്ന ശരീരത്തിലായിരിക്കുന്നു. എവിടെയാണ് അവൻ ജീവിക്കുന്നത്? ലോകത്തിൻ്റെ അധികാരിയായിരിക്കുന്ന പിശാചിൻ്റെ കീഴിലാണ് അവൻ ജീവിക്കുന്നത്. ലോകത്തിലുള്ളതായ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം. അതാണ് പറയുന്നത്, ലോകത്തെയും നിങ്ങൾ സ്നേഹിക്കരുത്. ലോകത്തിൽ നിങ്ങൾ ജീവിക്കുക, എന്നാൽ ലോകത്തിൽ നിന്ന് വേർപെട്ട്
പാപത്തിൽ നിന്ന് വേർപെട്ട് എൻ്റെ ജനമായി, ദൈവത്തിൻ്റെ ജനമായി ജീവിക്കാൻ വേണ്ടി കർത്താവ് പറയുന്നു. അതുകൊണ്ട് ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ആത്മാവും ജഡവും തമ്മിൽ ഒരു വലിയ പോരാട്ടം നടക്കുകയാണ്. ജഡമാണെങ്കിൽ പാപത്തിലേക്ക് ആകർഷിക്കപ്പെടുന്നു, ആത്മാവാണെങ്കിൽ ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. ഈ രണ്ട് പോരാട്ടത്തിനും ഇടയിൽ കിടക്കുന്ന ഒരു മനുഷ്യനാണ് ചിലപ്പോൾ ഇങ്ങനെ നിലവിളിക്കുന്നത്, ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും എന്ന് പറയുന്നത്. ആത്മാവിന് ആവശ്യമുള്ളത് ആത്മാവിന് കൊടുക്കണം, ശരീരത്തിന് ആവശ്യമുള്ളത് ശരീരത്തിന് കൊടുക്കണം. ശരീരത്തിന് ആവശ്യമുള്ളത് എന്താണ്? ആഹാരം, വസ്ത്രങ്ങൾ. അതുകൊണ്ട് മതിയാകുമോ? എന്തു തിന്നും, എന്ത് കുടിക്കും, എവിടെ സമ്പാദിക്കും, എന്ത് വാങ്ങിക്കും, എവിടെ വസ്തു വാങ്ങിക്കും, എവിടെ നല്ലൊരു ഫ്ലാറ്റ് വാങ്ങിക്കാനിടയാകും, പിന്നെന്തൊക്കെയാണ്? എങ്ങനെ ദുബായിൽ പോകാം, എങ്ങനെ വസ്തുക്കൾ വാങ്ങാം, എങ്ങനെ വാഹനങ്ങൾ വാങ്ങാം, അങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങളാണ്. ഇന്നത്തെ മനുഷ്യൻ അങ്ങനെ എത്രയോ ആഗ്രഹങ്ങളാണ്. ഒരു കൊച്ചു പയ്യനെ വിളിച്ച് ചോദിക്കൂ, എന്താണ് മോനെ നിനക്ക് വേണ്ടെന്ന്, നിന്റെ ആഗ്രഹം എന്താണെന്ന് ചോദിക്കൂ. സെൽഫോൺ വേണമെന്ന് പറയും, ചോക്ലേറ്റ് അല്ല. എന്താണ്? ആഹാരം വേണമെന്ന് പറയില്ല, അവൻ ചോറ് കഴിക്കത്തേയില്ല. ഇപ്പോഴത്തെ കുട്ടികൾക്ക് ചോറ് കഴിക്കണമെങ്കിൽ സെൽഫോൺ കാണിച്ചു കൊടുക്കണം. നിങ്ങളുടെ കുട്ടികളെ ഒരിക്കലും നിങ്ങൾ അങ്ങനെ ശീലിക്കുവാൻ പാടില്ല. അങ്ങനെ ശീലിപ്പിക്കുകയാണെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് കണ്ണിന് പ്രോബ്ലംസ് ഉണ്ടാകും, അതുപോലെ ഡൈജഷൻ പ്രോബ്ലംസ് അവർക്കുണ്ടാകും. നിങ്ങളും അതുപോലെ തന്നെ ഭക്ഷണം കഴിച്ചുകൊണ്ട് ടി വി കാണരുത്. ശരീരത്തിന് ആവശ്യമായ ഭക്ഷണം നമുക്ക് കഴിക്കുവാൻ സാധിക്കും, എന്നാൽ തീറ്റപ്രിയരാകുവാനും ഉറക്കപ്രിയരാകുവാനും പാടില്ല. അവരെക്കുറിച്ച് എന്താണ് പറയുന്നത്? ദരിദ്രന്മാരാകുമെന്ന് വേദപുസ്തകം പറയുന്നു. ശരീരത്തിനാവശ്യമായ എല്ലാ കാര്യങ്ങളും നാം ചെയ്യുന്നു, ശരീരത്തിനാവശ്യമായ എല്ലാം നാം വാങ്ങിക്കൂട്ടുന്നു, എന്നാൽ ആത്മാവിനെ നാം പരിഗണിക്കുന്നുണ്ടോ? ഒരു വീട്ടിലൊരു കറുത്ത പട്ടിയും ഉണ്ടായിരുന്നു, വെളുത്ത പട്ടിയും ഉണ്ടായിരുന്നു. ആ വീട്ടിലെ യജമാനത്തിക്ക് ആ കറുത്ത പട്ടി ഇഷ്ടമല്ലായിരുന്നു, വെളുത്ത പട്ടിയായിരുന്നു ഒരുപാട് ഇഷ്ടം. എല്ലാ ദിവസവും വെളുത്ത പട്ടിക്ക് നല്ല മാംസാഹാരവും ഭക്ഷണമെല്ലാം കൊടുക്കുന്നു. അങ്ങനെ നല്ല നല്ല ഭക്ഷണങ്ങൾ അതിന് കൊടുക്കുന്നു. എന്നാൽ ഈ കറുത്ത പട്ടിക്കാണെങ്കിൽ ബാക്കി വരുന്ന കഞ്ഞിവെള്ളമുണ്ടെങ്കിൽ അതാണ് കൊടുക്കുന്നത്. അങ്ങനെ കുറെ നാൾ കഴിയുമ്പോൾ ഈ കറുത്ത പട്ടി എങ്ങനെയായിരിക്കും? മെലിഞ്ഞ് ഉണങ്ങിയിരിക്കുന്നത് കാണാം. അപ്പോൾ വെളുത്ത പട്ടി എങ്ങനെയിരിക്കും? നല്ല തടിച്ചു ഉരുണ്ട് കൊഴുത്തിരിക്കുന്നത് കാണാം. രണ്ടുപേരും തമ്മിൽ കടിയുണ്ടാക്കുകയാണെങ്കിൽ ആരാണ് ജയിക്കുന്നത്? ആരാണ്? വെളുത്ത പട്ടിയായിരിക്കും. നമുക്ക് വെളുത്ത പട്ടി ശരീരവും കറുത്ത പട്ടി ആത്മാവുമാകുന്നു. കറുത്ത പട്ടിക്ക് ആഹാരം കൊടുക്കുന്നോ നിങ്ങൾ? വെളുത്ത പട്ടിക്ക് ആഹാരം കൊടുക്കുന്നോ? വെളുത്ത പട്ടിക്ക് മാംസവും അതുപോലെ കോഴിമുട്ടയും, വെളുത്ത പട്ടിക്ക് ഹോർലിക്സ്, ബൂസ്റ്റ്, ചായ, പാല്, ഷാംപൂ, അങ്ങനെ എല്ലാം കൊടുക്കുന്നത് കാണാം. സമൃദ്ധിയായി അങ്ങനെ വെളുത്ത പട്ടിക്ക് വേണ്ടി കൊടുക്കുന്നു. എന്നാൽ കറുത്ത പട്ടിയുടെ കാര്യം എന്താണ്? ഞായറാഴ്ച ആകുമ്പോൾ ദേവദാസൻ കുറച്ച് കഞ്ഞി ഒഴിച്ച് കൊടുത്തെങ്കിൽ ആയി. ഓ യേശുവേ! ബൈബിൾ വായിക്കുകയില്ല, വീട്ടിൽ വന്ന് പ്രാർത്ഥിക്കുകയില്ല, ഞായറാഴ്ച ചർച്ചിൽ വരുമ്പോൾ മാത്രം യേശുവേ, ഓ ജീവൻ രക്ഷപ്പെട്ടു. ആ ഒറ്റ ദിവസം വളരെ ഭക്തിയാണ്. വീണ്ടും തിങ്കളാഴ്ച മുതൽ വീണ്ടും പഴയതുപോലെ തന്നെയാണ്. എന്താണ്? ശരീരത്തിൻ്റെ കാര്യത്തിൽ നാം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങളുടെ ആത്മാവ് ബലമുള്ളതായിരിക്കണമെങ്കിൽ ആത്മാവിൻ്റെ നന്മയ്ക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യേണ്ടിയിരിക്കുന്നു. പ്രാർത്ഥിക്കുന്ന സമയത്ത് ആത്മാവ് ബലപ്പെടും. കർത്താവിനെ സ്തുതിക്കുമ്പോൾ ആത്മാവ് സന്തോഷിക്കുവാനിടയാകും. കർത്താവിൻ്റെ വചനത്തിൽ നിന്ന് അവൻ്റെ വാക്യങ്ങൾ ധ്യാനിക്കുന്ന സമയത്ത് മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്നതായ സകല വചനം കൊണ്ടും ജീവിക്കുന്നുവെന്ന് കർത്താവ് പറയാനിടയായി. നമ്മുടെ ആത്മാവിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. നമ്മുടെ കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾ സ്കൂളിൽ വിടുന്നു, അവർക്ക് ഫീസ് കൊടുക്കുന്നു, നല്ല നല്ല ബുക്കും പുസ്തകങ്ങളും വാങ്ങിച്ചു കൊടുക്കുന്നു, എല്ലാ കാര്യങ്ങളും അവർക്ക് നല്ലതായി ചെയ്തു കൊടുക്കുന്നു. എന്നാൽ അവരെ സൺഡേ സ്കൂളിൽ പോലും ചില ആളുകൾ വിടുകയില്ല. ദിവസവും സ്കൂളിൽ പോകുമ്പോൾ പ്രാർത്ഥിച്ചിട്ട് അവരെ അയക്കുകയില്ല. അവർക്ക് എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് പഠിപ്പിച്ചു കൊടുക്കുകയില്ല. ചെറുപ്പം മുതൽ തന്നെ കണ്ണുകൾ അടയ്ക്കുക, ദൈവത്തോട് പ്രാർത്ഥിക്കുക എന്നൊന്നും അവർക്ക് പഠിപ്പിച്ച് കൊടുക്കുകയേയില്ല. പിന്നെന്താണ് ചെയ്യുന്നത്? ഫോൺ നോക്കുക, ടി വി കാണുക, ഗെയിം കളിക്കുക. മാതാപിതാക്കൾ എന്താണ് പറയുന്നത്? ഞങ്ങളെ ശല്യം ചെയ്യാൻ നിങ്ങൾ വരരുത്, നിങ്ങൾ പോയി കളിക്കുക, ടി വി കണ്ടുകൊള്ളൂ എന്ന് പറയും. അവസാനം ടി വിയിലേക്ക് തന്നെ കുഞ്ഞുങ്ങൾ പോകാനിടയാകും. എന്താണ്? നിങ്ങളുടെ കുട്ടികൾക്ക് ആത്മീയ ആഹാരം കൊടുക്കൂ, നിങ്ങളും ആത്മീയ ആഹാരം ഭക്ഷിക്കൂ. പൗലോസ് എന്താണ് പറയുന്നത്? മറ്റുള്ളവരോട് പ്രസംഗിച്ച ശേഷം ഞാൻ തന്നെ കൊള്ളരുതാത്തവനായി പോകാതിരിക്കേണ്ടതിന് എൻ്റെ ശരീരത്തെ ദണ്ഡിപ്പിക്കുകയാകുന്നു. നമ്മുടെ ശരീരത്തിന് ആവശ്യമായിരിക്കുന്ന, ശരീരം ഇഷ്ടപ്പെടുന്നതായ സകല കാര്യങ്ങളും വാങ്ങുകയാണെങ്കിൽ, ശരീരത്തെ സന്തോഷിപ്പിക്കാൻ വേണ്ടി എല്ലാം ചെയ്യുകയാണെങ്കിൽ ആത്മാവിനെ നാം ദുഃഖിപ്പിക്കുകയാകുന്നു ചെയ്യുന്നത്. സെന്റ് ഫ്രാൻസിസ് എന്ന ഭക്തൻ തൻ്റെ ശരീരത്തെ കഴുത എന്നായിരുന്നു വിളിച്ചുകൊണ്ടിരുന്നത്. ശരീരത്തിൽ ക്ഷീണിച്ച് കിടക്കുകയാണെങ്കിൽ കഴുത എഴുന്നേൽക്കൂ, നിനക്ക് റെസ്റ്റ് എടുക്കാനുള്ള സമയം ഇപ്പോൾ എന്ന് തന്നെ അടിക്കുമായിരുന്നു. നിങ്ങളെ തന്നെ എപ്പോഴെങ്കിലും നിങ്ങൾ വഴക്ക് പറഞ്ഞിട്ടുണ്ടോ മറ്റുള്ളവരെ അല്ലാതെ? ശരിയല്ലേ ഞാൻ പറഞ്ഞത്? എല്ലാവരെയും നാം വഴക്ക് പറയും. ബുദ്ധിയില്ല, വിവരമില്ല, നിനക്ക് മടിയാണ് എന്നൊക്കെ പറയും. എന്നാൽ നിനക്ക് മടിയാണോ? എഴുന്നേൽക്കൂ,
എന്ന് പറഞ്ഞ് നിന്നെ തന്നെ നീ നിയന്ത്രിക്കുവാൻ ശ്രമിക്കുന്നുണ്ടോ? നിന്റെ ശരീരത്തെ നീ നിയന്ത്രിക്കുന്നുണ്ടെങ്കിൽ ആത്മാവിനെ നിനക്ക് സന്തോഷിപ്പിക്കുവാൻ കഴിയുന്നതാണ്. ഈ ശരീരം നമ്മെ എപ്പോഴും താഴേക്ക് പിടിച്ച് വലിക്കുകയാണ് ചെയ്യുന്നത്. നമ്മെ വീഴ്ത്തിക്കളയുന്നതിന് വേണ്ടി ഇത് നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത്. കാരണം മണ്ണിൽ നിന്ന് വന്നതിനാൽ മണ്ണ് നമ്മെ എപ്പോഴും ആകർഷിക്കുന്നു. ലോകത്തിലെ പാപം എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ആകർഷിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അതുകൊണ്ട് ക്രിസ്തീയ വിശ്വാസത്തിൽ ഒരു വ്യക്തി ജീവിക്കണമെങ്കിൽ അതൊരു വലിയ പോരാട്ടമാണ്. ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞാൽ കയറ്റത്തിൽ കയറി ഇറങ്ങിയിട്ട് നിരങ്ങി വരുന്നത് പോലെയുള്ള അനുഭവമല്ല. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ഒരു കയറിൽ കൂടി നടക്കുന്ന ഒരു അനുഭവമാണ്. കയറിൽ കൂടി നടക്കുന്നവനെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എങ്ങനെയാണത്? ഒരു വലിച്ചു കെട്ടിയ കയറിൽ കൂടി നടക്കണമെങ്കിൽ അദ്ദേഹം നടക്കുന്ന സമയത്ത് അത് വീഴാതിരിക്കണമെങ്കിൽ എന്തു ചെയ്യുമെന്നറിയാമോ? നിങ്ങൾക്കറിയാമോ? അവന്റെ നോട്ടം എവിടെയാണ്? അവന്റെ നോട്ടം ആ ലക്ഷ്യസ്ഥാനത്താണ്. അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകയില്ല. ആരെങ്കിലും ചിരിച്ചെന്ന് പറഞ്ഞ് അങ്ങോട്ട് നോക്കിയാൽ താഴെ വീഴുവാൻ ഇടയാകും. എന്താണ്? അവൻ ലക്ഷ്യത്തിലേക്ക് നോക്കി നടക്കും. അതുപോലെ അവനൊരു വടി പിടിച്ചുകൊണ്ടാണ് നടക്കുന്നത്. ആ വടി കൊണ്ട് അവൻ എന്താണ് ചെയ്യുന്നത്? ശരീരത്തെ ബാലൻസ് ചെയ്യും. നാം ദൈവവചനവുമായി നമ്മുടെ ജീവിതത്തെ ബാലൻസ് ചെയ്തുകൊണ്ട് മുൻപിൽ വച്ചിരിക്കുന്ന ലക്ഷ്യത്തെ നോക്കി നാം ഓടേണ്ടത് ആവശ്യമാകുന്നു. അതാണ് പറയുന്നത്. കർത്താവ് തന്റെ മുൻപിൽ വച്ചിരിക്കുന്ന ലക്ഷ്യത്തിലേക്ക് നോക്കി ഓടി വിജയിക്കുവാനിടയായി. മരണം വരെ വിശ്വസ്തനായിരിക്കുകയാണെങ്കിൽ ഞാൻ നിനക്ക് ജീവകിരീടം നൽകുമെന്ന് അവൻ പറഞ്ഞു. ഹല്ലേലൂയ! എന്റെ കർത്താവ് എന്നെ വിടുവിക്കും. പിശാചിന്റെ പിടിയിൽ നിന്ന് എന്നെ വിടുവിക്കും. ബന്ധനത്തിൽ നിന്ന് എന്നെ അവൻ വിടുവിക്കും. രോഗത്തിൽ നിന്ന് എന്നെ അവൻ വിടുവിക്കും. എന്റെ ശോധനകളിൽ നിന്ന് എന്നെ അവൻ വിടുവിക്കും. എന്റെ പ്രശ്നങ്ങളിൽ നിന്ന് എന്നെ അവൻ വിടുവിക്കും. ഈ ലോകത്തിന്റെ പോരാട്ടത്തിൽ നിന്ന് എന്റെ കർത്താവ് എന്നെ ജയിക്കുവാൻ ശക്തി നൽകുമെന്നത് യഥാർത്ഥമായിട്ടുള്ളതായ സാക്ഷ്യമാണ്. ആ ജയ ജീവിതം നമുക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ. എന്നോട് ക്ഷമിക്കണമേ, എന്നെ എഴുന്നേൽപ്പിക്കണമേ, എനിക്ക് പുതിയ ഒരു ജീവിതം നൽകണമേ. ആ നാശകരമായ കുഴിയിൽ നിന്ന് എന്നെ നീ എഴുന്നേൽപ്പിച്ച് ആ ഉറപ്പുള്ള പാറയിൽ എന്നെ നിർത്തേണമേ. വീണു പോകാതെ, വഴുതി പോകാതെ പരിശുദ്ധാത്മാവിന്റെ ശക്തി എനിക്ക് നൽകണമേ. നമുക്കെല്ലാവർക്കും ഒരുമിച്ച് കർത്താവിനോട് പ്രാർത്ഥന. പരിശുദ്ധനായ സ്നേഹമുള്ള പിതാവേ, ഒരിക്കൽ കൂടി നിന്റെ മക്കളെ നീ നോക്കണമേ. നിനക്ക് വേണ്ടി ജീവിക്കുവാനുള്ള ആഗ്രഹമുണ്ടെന്നാൽ ജീവിക്കുവാൻ കഴിയുന്നില്ല കർത്താവേ. ആത്മീയമായി ദിനംതോറും വളർന്നു വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ ഞങ്ങളുടെ ജഡശരീരം ഞങ്ങളെ തളർത്തിക്കളയുകയാണ്. ഇന്ന് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ഞങ്ങളെ നീ നിറയ്ക്കണമേ. ജഡത്തിന്റെ പ്രവൃത്തികളിൽ നിന്ന് ഞങ്ങളെ നീ വിടുവിക്കണമേ. ആരൊക്കെയാണോ ദുഃഖത്താൽ വന്നിരിക്കുന്നത്? ആരൊക്കെയാണോ രോഗത്താൽ വന്നിരിക്കുന്നത്? ആരുടെയൊക്കെ ജീവിതത്തിലാണോ പിശാചിന്റെ ബന്ധനങ്ങൾ ഉണ്ടായിരിക്കുന്നത്? അങ്ങനെയുള്ളവരുടെ ജീവിതത്തിൽ നസറേയനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വിടുതൽ ഉണ്ടാകുമാറാകട്ടെ. അങ്ങനെയുള്ളവർക്ക് ഇപ്പോൾ തന്നെ നീ വിടുതൽ കൊടുക്കുമാറാകണമേ കർത്താവേ. അവരുടെ കണ്ണുകളെ നീ തുറക്കണമേ. ഇതാ യേശുക്രിസ്തുവിനെ വിടുവിച്ചിരിക്കുന്നു എന്ന് നിന്റെ സാക്ഷിയായി ജീവിക്കാൻ സഹായിക്കണമേ. നിന്റെ നാമത്തിൽ ശക്തിയുണ്ട്. നിന്റെ നാമത്തിൽ മഹത്വമുണ്ട്. നിന്റെ നാമത്തിൽ ശുദ്ധീകരണമുണ്ട്. നിന്റെ നാമത്തിൽ വിടുതലുണ്ട് കർത്താവേ. എല്ലാ വ്യക്തികളെയും നസറേയനായ യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ വിടുതൽ ചെയ്യുകയാണ്. എല്ലാ ദുഷ്ടന്റെ പ്രവർത്തികളെയും ഇവിടെ നിന്ന് അഴിച്ചു കളയുകയാണ്. എല്ലാ രോഗങ്ങളുടെ മേലും നീ വഹിച്ചതായ അടിപ്പിണരുകളാൽ ഉള്ളതായ സൗഖ്യത്തെ അയക്കുകയാണ് കർത്താവേ. നിന്റെ നാമത്തിലുള്ള ശക്തി ഞങ്ങളുടെ ജീവിതത്തിലേക്ക് അയക്കണമേ. ഞങ്ങൾക്ക് ജയം നൽകണമേ കർത്താവേ. നിന്റെ വരവ് താമസിക്കുന്നു എങ്കിൽ വീണ്ടും ഞങ്ങൾക്ക് ഈ ഭൂമിയിൽ കണ്ടുമുട്ടുന്നതിനായി, അല്ലെങ്കിൽ നിന്റെ രാജ്യത്തിന്റെ അവകാശികളായി നിത്യവും നിന്നോടൊപ്പം വസിക്കുന്നതിന് വേണ്ടി ഞങ്ങളെ എല്ലാവരെയും നീ സഹായിക്കുമാറാകണമെന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. നമ്മുടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിന്റെ കൃപയും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സഹവാസവും നാം ഓരോരുത്തരോടും പ്രാർത്ഥിച്ച സകല വിഷയങ്ങളുടെ മേലും ഇന്നു മുതൽ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും. നീ മാത്രം രാജാവെന്നും. നിന്നെ നിന്നെ എന്നും
ഞാൻ സേവിക്കും. നീ മാത്രം രാജാവെന്നു. യേശുവേ 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 യേശുവേ